വാർത്തകളുമായി അവർ ടിവി 24/7. This news brought to you by Lucky Center and Lucky Department Store, Ajuma. UAE-യിൽ ബസ് യാത്രാക്കൂലി നൽകാതിരുന്നാൽ ഇനി പണി ഉറപ്പ്. ബസ്സുകളിൽ APC സംവിധാനം വരുന്നു. നിരക്ക് വെട്ടിപ്പ് തടയുന്നതിനായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉടൻ പുറത്തിറക്കുന്ന പുതിയ ബസ്സുകളിൽ ഓട്ടോമേറ്റഡ് പാസഞ്ചർ കൗണ്ടിംഗ് APC സംവിധാനം സ്ഥാപിക്കും. യഥാർത്ഥ യാത്രക്കാരുടെ നമ്പറുകൾ രേഖപ്പെടുത്തി ഓട്ടോമേറ്റഡ് നിരക്ക് ശേഖരവുമായി പൊരുത്തപ്പെടുത്തിക്കൊണ്ട് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നു. വികസന കുതിപ്പ് ആഗ്രഹിക്കുന്ന നഗരങ്ങൾക്ക് മാതൃകയായി ദുബായിയുടെ വിജയഗാഥ. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദം പിന്നിടുമ്പോൾ 3.2% സാമ്പത്തിക വളർച്ച നേടി ദുബായ്. മൊത്ത ആഭ്യന്തര ഉൽപാദനം 11,500 കോടി ദിർഹമായി വർദ്ധിച്ചു. ഗതാഗത മേഖല, സംഭരണ മേഖല, സാമ്പത്തിക ഇൻഷുറൻസ് രംഗം എന്നിവയ്ക്കാണ് ആഭ്യന്തര ഉൽപാദന വളർച്ചയുടെ നെടുംതൂണായത്. ഒമാനിൽ സെപ്റ്റംബർ മുതൽ പ്ലാസ്റ്റിക് ബാഗ് ഇറക്കുമതിക്ക് നിരോധനം. വൻ പിഴ. വിളക്കോട് സ്വദേശിനിക്ക് 3.10 കോടി രൂപയുടെ US സ്കോളർഷിപ്പ്. വിളക്കോട് സ്വദേശിനി PA സങ്കീർത്തനയ്ക്ക് US-ലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ കെമിക്കൽ ബയോളജിയിൽ ഗവേഷണത്തിന് 3.10 കോടി രൂപയുടെ സ്കോളർഷിപ്പ്. തിരുവനന്തപുരം ഐസറിൽ നിന്നും BMS പഠനം പൂർത്തിയാക്കിയ സങ്കീർത്തന ഇൻസ്പയർ സ്കോളർഷിപ്പ് നേടിയിട്ടുണ്ട്. ബിസ്മി ഗ്രൂപ്പ് ചെയർമാൻ VA യൂസഫ് അന്തരിച്ചു. ബിസ്മി ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ കൊച്ചി കലൂർ വലിയ വീട്ടിൽ VA യൂസഫ് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന അദ്ദേഹം 1984 ബിസ്മി എന്ന പേരിൽ ഗ്യാസ് ഏജൻസി ആരംഭിച്ചുകൊണ്ട് സംരംഭക രംഗത്തേക്ക് കടക്കുന്നത്. പിന്നീട് ബിസ്മി അപ്ലയൻസസ് എന്ന പേരിൽ ഇലക്ട്രോണിക് ഗൃഹോപകരണ മേഖലയിലേക്ക് ചുവടുറപ്പിച്ചു. ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടൽ, സൈനികന് വീരമൃത്യു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കപ്പൽ മുങ്ങി 6 മരണം. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ CT കുര്യൻ അന്തരിച്ചു. ടാക്ക ഗവൺമെന്റ് ITS-ലെ LD സ്റ്റോർ കീപ്പർ ആയിരുന്ന സെൽവരാജ് DS അന്തരിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി സുഖിനോ ഭവന്തു ടീസർ റിലീസ്. സുഖിനോ ഭവന്തു ടീസർ പ്രകാശനം ചെയ്തു. UAE-ലെ പ്രശസ്ത നർത്തകിയും അധ്യാപികയുമായ അനുപമ V പിള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സംക്രമസന്ധ്യ 2024 പരിപാടിയിൽ അവതരിപ്പിക്കുന്ന ജ്ഞാനപ്പാനയുടെ ഏകപാത്ര നൃത്താവിഷ്കാരം സുഖിനോ ഭവന്തുവിന്റെ പ്രചരണാർത്ഥമുള്ള ടീസർ പ്രകാശനം ജൂലൈ 21 ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ വെച്ച് റാസൽ ഖൈമ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ SA സലീം, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ശ്രീപ്രകാശ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഇനി സ്പോർട്സ്. പാരീസ് ഒളിമ്പിക്സിലെ ഫുട്ബോൾ, റഗ്ബി മത്സരങ്ങൾക്ക് തുടക്കം. വനിതാ ഏഷ്യ കപ്പ് നേപ്പാളിനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ വിജയം. ഉഗാണ്ട ഫോർവേഡ് ലുമാല അബ്ദു ഗോകുലം കേരള FC-യിലേക്ക്. ഇന്ത്യക്കെതിരായ T20 പരമ്പര ശ്രീലങ്കയെ ചരിത് അസംഗ നയിക്കും. അരങ്ങേറ്റ മത്സരത്തിൽ 7 വിക്കറ്റ് സ്കോട്ട്ലാൻഡ് ബൗളർക്ക് റെക്കോർഡ്. സൗത്ത് സോൺ ഹോക്കി ഫൈനൽ പ്രതീക്ഷയിൽ കേരളം. പാരീസ് ഒളിമ്പിക്സിൽ ശ്രീജേഷിന് വേണ്ടി സ്വർണം നേടണം ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്. ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajuma.